നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം ജാതികൾ എങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് സമൂഹത്തിനുള്ള ഭവിഷ്യത്തുകൾ എന്താണ്, ഇതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്ത് മാനവികതയെ അല്ലെങ്കിൽ മനുഷ്യരെ ഒന്നാക്കി തീർക്കാം എന്നുള്ളതാണ്. അതേപ്പറ്റി ഇപ്പോൾ നമ്മുടെ ചരിത്ര പണ്ഡിതനായ സാർ നമ്മളോട് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട തമ്പിസാർ എന്നോട് ചോദിച്ചത് ജാതിയെക്കുറിച്ചാണ്. ജാതി എന്തെന്നറിയാത്തവരാരുമില്ല ഇവിടെ നമ്മുടെ സമൂഹത്തിൽ. ജാതി ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത എന്തോ ആണ് സമൂഹത്തിൽ. എന്നാൽ ജാതിയെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യ സമൂഹത്തിന്റെ ഒരു തീരാവ്യാധിയായ ഗ്രഹതുല്യമായ ഒരു അസുഖമാണെന്ന് വേണമെന്ന് പറയാം. ക്യാൻസറാണ് സമൂഹത്തിന്റെ ജാതി എന്ന് പറഞ്ഞാൽ. ആ ജാതി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായാലും അതിന്ന് സ്ഥിരമായിട്ട് അതിന്റെ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അസാധ്യമാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോ തമ്പിസാർ ചോദിച്ചത് ആദ്യമായിട്ട് ജാതി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. സമൂഹത്തെ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ ജാതി എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നതിന് ഈ 10 മിനിറ്റോ 15 മിനിറ്റോ ഉള്ള ഒരു വീഡിയോയിൽ കൂടെ അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ജാതി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ജാതി നിർമ്മിച്ചതാണ്, ഉണ്ടാക്കിയതാണ്. സാമുവൽ മെറ്റിയർ എന്ന് പറയുന്ന പാതിരി കേരളത്തിൽ വന്ന് ഇവിടെ സമൂഹത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഞാൻ കണ്ട കേരളമെന്ന്. അതിന്റെ തർജ്ജമ പറയുന്നത് അതിൻ്റെ അകത്ത് 49 ജാതികളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജാതികളെ കുറിച്ചാണ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകം എഴുതുന്നതിന് മുമ്പ് ആ ജാതികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ജാതികൾ എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ ആദ്യ സമൂഹത്തിൽ ജാതി ഇല്ലായിരുന്നു. എവിടെയും ഇന്ത്യൻ സമൂഹത്തിൽ ജാതി ഇല്ലായിരുന്നു. കേരള സമൂഹത്തിലും ജാതിയില്ലായിരുന്നു. മനുഷ്യൻ എന്ന ഒരു ജാതി ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അത് രണ്ടാക്കി പറഞ്ഞാൽ പുരുഷനൊരു ജാതി, സ്ത്രീ ഒരു ജാതി. അതിന്റെ അപ്പുറത്ത് വേറൊരു ജാതി നാമം ഇല്ലായിരുന്നു. എന്നാൽ ജാതിയെല്ലാം ഉണ്ടാക്കിയെടുത്തതാണ്. ഓരോ വിഭാഗത്തിന് ജാതി പേര് കൊടുത്ത് മാറ്റി കേരളത്തിൽ മാത്രം ഒന്നായി നിന്ന ജനതയെ 49 വിഭാഗങ്ങളായി മാറ്റിയിട്ടേക്കുവാണ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആധിപത്യം ഇവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഒരു വിഭാഗത്തിന്റെ ആധിപത്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തി ശക്തി ക്ഷയിപ്പിച്ച് ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചതാണ് ജാതി. അതിന് അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു മാനദണ്ഡമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആദ്യത്തെ മനുഷ്യരെന്ന് പറയുന്നവർ ഒരുമിച്ച് വസിച്ചു, അവിടെ ജാതിയില്ലായിരുന്നു. ഗോത്രങ്ങളായി വസിച്ചു, അവിടെയും ജാതിയില്ലായിരുന്നു. സൈന്ധവത്തിൽ ജാതിയില്ല, ദ്രാവിഡത്തിൽ ജാതിയില്ല, ആര്യന്മാരുടെ ഇടയിലും ജാതി ഇല്ലായിരുന്നു. ആര്യന്മാരിവിടെ കടന്നു വരുമ്പോൾ ജാതിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്ക് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാകണമെന്നുള്ള താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് അവർ ആദ്യം ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത്. അത് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ജാതിയായിട്ട് മനുഷ്യരെ വിഭജിക്കാം. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് വിഭജിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗത്തിന് നേതൃത്വം എന്നും നിലനിർത്തണം, മറ്റു സമൂഹത്തെ അടക്കി ഭരിക്കണം എന്നുള്ള ആ താല്പര്യത്തോടു കൂടിയാണ് അവർ ആദ്യമായിട്ട് ജാതി ഉണ്ടാക്കിയത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അത് കളറിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി തിരിക്കുമ്പോൾ ബ്രാഹ്മണർ വെളുത്തവര്, ക്ഷത്രിയർ ചുവന്നവര്, വൈശ്യർ മഞ്ഞ നിറമുള്ളവര്, ശൂദ്രർ കറുത്ത അല്ലെങ്കിൽ തവിട്ട് നിറമുള്ളവര്. ഒരുപക്ഷെ തവിട്ട് നിറമുള്ള ഒരു ശൂദ്രൻ വെള്ള നിറമുണ്ടെങ്കിൽ ബ്രാഹ്മണനായെന്ന് വരാം.
അപ്പൊ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചാൽ ഒരു പക്ഷെങ്കിൽ താഴേക്കിടയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ക്ഷത്രിയരോ അല്ലെങ്കിൽ വൈശ്യരോ ശൂദ്രരോ നേരെ ഉയർന്ന ജാതിയായിട്ട് വരുമെന്ന് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവരതിന് വേറൊരു നാമം കൊടുത്തു, വിരാട പുരുഷൻ എന്ന്. വിരാട പുരുഷൻ എന്ന് പറഞ്ഞാൽ ചാതുപണ്യം ഒരു പുരുഷനാണ്, ഒരു പുരുഷ ശരീരമാണ്. ആ പുരുഷ ശരീരത്തിന്റെ തല ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയൻ, കാല് വൈശ്യൻ, പാദങ്ങൾ ശൂദ്രൻ. അത് ഇതിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി കൊടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാദങ്ങൾ ഒരിക്കലും തലയുടെ സ്ഥാനത്തോ തലയൊരിക്കലും പാദത്തിന്റെ സ്ഥാനത്തോ കൈകാലുകൾ മാറി മറ്റു സ്ഥാനങ്ങളിൽ വരാൻ സാധ്യമല്ലാത്തതുപോലെ ചാതുപണ്യ ജാതി വ്യവസ്ഥ ഒരിക്കലും സ്ഥാനമാറ്റം ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 ജാതി ഉണ്ടാക്കിയത്. ഇനി അതിന് സ്ഥിരത, അതായത് അത് അനശ്വരമായിട്ട് പോകണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് പുനർജന്മം എന്ന സിദ്ധാന്തത്തിന് രൂപം കൊടുത്തു. പുനർജന്മം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏത് ജാതിയിൽ ജനിക്കുന്നുവോ അതിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ശാപമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പുനർജന്മം ഉണ്ടാക്കിയത്. ശൂദ്രനായി ജനിക്കുന്നവൻ ശൂദ്രനായി തന്നെ കഴിയണം. അവൻ ബ്രാഹ്മണനാകാൻ ശ്രമിച്ചാൽ ശപിക്കപ്പെടും. ആ പുനർജന്മത്തെക്കുറിച്ച് ഉള്ള സിദ്ധാന്തം ചമച്ചത് ആ രീതിയിലാണ്. പിന്നെ ഈ ജാതി കൊണ്ടുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് തമ്പി സാർ ചോദിച്ചു. ഭവിഷ്യത്ത് എന്ന് പറയുന്ന പറഞ്ഞാൽ കുറെ പറയാനുള്ളത്. ജാതി കൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം ഈശ്വരന്മാരായിട്ട് കരുതപ്പെടുകയാണ്. ഒരുപക്ഷെ വിരാട പുരുഷന്റെ തല ഈശ്വരനാണ്, ഈശ്വരന്റെ സ്ഥാനമാണ്. എന്നാൽ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ മ്ലേച്ഛന്മാരായിരുന്നു എന്ന് കാണാൻ സാധിക്കും നമുക്ക്. ശ്രീകണ്ഠേശ്വരം എഴുതിയെന്ന ഹിന്ദുവില് ബ്രാഹ്മണർ എന്നുള്ളതിന് അർത്ഥം എഴുതിയിട്ടുണ്ട് ശ്രേഷ്ഠന്മാരായ ആളുകളാണ്. ഒടുവിൽ അത് എഴുതിയിട്ടുണ്ട് മുമ്പ് മ്ലേച്ഛന്മാരായിരുന്നു. അപ്പോ ഈ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നിലനിർത്തുന്ന അത് വലിയൊരു ഭവിഷ്യത്താണ്. കാരണം ആ നിലനിൽപ്പിൽ മറ്റുള്ളവരെ വിഘടിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ആധിപത്യത്തിന് വേണ്ടി ഒരു സമൂഹം ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ ഭിന്നിപ്പിച്ച് വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഡിവൈഡഡ് റൂൾ എന്നുള്ള ആ നിയമം അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു പറ്റും, ഒരു വിഭാഗം എന്നും അടിമകളായിട്ട് കഴിയും. ഇന്ത്യയിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം എന്നും അടിമകളാണ്, അല്ലെ ഇപ്പോഴും അടിമകളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങളാകുമ്പോഴും ഒരു വിഭാഗം അടിമകളായി കഴിയുന്നു ഇന്ത്യയില്. അവർ ജാതിയാണ്, അടിമ എന്ന് പറയുന്നത് ജാതിയാണ്. അടിമയ്ക്ക് ജാതിപ്പേരുണ്ട്. അങ്ങനെ ജാതിപ്പേര് കൊടുത്തുകൊണ്ട് അവരുടെ അടിമകളാക്കി നിരന്തരമായ ഒരു വിഭാഗത്തെ നിർത്തുന്നു. അപ്പൊ എതിരാളികളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ആധുനിക ലോകത്തില് പട്ടികജാതി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. പട്ടികജാതിക്ക് സംവരണം കൊടുക്കുന്നു. പട്ടികജാതിക്ക് സംവരണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് സംവരണത്തിന് വേണ്ടി ഏർപ്പാടെന്നാണ്. എന്നാൽ അതെങ്ങനെ ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പട്ടികജാതി 68 വിഭാഗങ്ങളാണ്. അവരെ ഒന്നായിട്ട് കൂട്ടുന്നില്ല, അവരെ ഭിന്നിപ്പിച്ചു നിർത്തുവാണ്. അങ്ങനെ ഭിന്നിപ്പിച്ചു നിർത്തുന്നത് കൊണ്ട് മറ്റുള്ളവർക്കാണ് അവരുടെ പ്രയോജനമുള്ളത്. അപ്പോ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയ ധാരാളം പറയാനുണ്ട്. ഈ വിഭജനം, ജാതീപരമായിട്ടുള്ള അസ്പൃശ്യത, തീണ്ടല്, അകറ്റി നിർത്തല്, കണ്ടാൽ പോലും ദോഷമുണ്ടെന്നുള്ള ആ മാലിന്യമുള്ളവര്, ജാതിക്ക് പേര് കൊടുത്തിരിക്കുന്ന മാലിന്യമുള്ളവര്, നീചന്മാര്,
നിഷിദ്ധരായിട്ടുള്ളവര് എന്നൊക്കെയാണ്. ആ അർത്ഥത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരു വിഭാഗത്തെ മുഴുവൻ അടിച്ചമർത്തുകയാണ്. ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ പോലും ഒരു പെൺകുട്ടി നദിയിൽ കുളിച്ചതിന് 5-6 യുവാക്കൾ കൂടി തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് വീഡിയോയിലും മറ്റും. അങ്ങനെയുള്ള മർദ്ദനങ്ങൾ നിരന്തരമായി നടക്കുകയാണ് ജാതിയുടെ പേരിൽ. ജാതിയുടെ പേരിൽ ധാരാളം കൊലപാതകങ്ങൾ നടക്കുകയാണ്. എത്രയോ കൊലപാതകങ്ങൾ ജാതിയുടെ പേരിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ദുരഭിമാനക്കൊല. 2 യുവാക്കൾ തമ്മിൽ സ്നേഹമായാൽ ഒന്നിനെ കൊന്നൊടുക്കുക. അങ്ങനെ എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ഇതിനുള്ളത്. ഇത് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നീരാളി പിടിച്ചതുപോലെ സമൂഹത്തിനെ കാർന്നു തിന്നുവാണ് ജാതി. സമൂഹത്തിനെ ഇല്ലാതാക്കി ഒരു വിഭാഗത്തെ മാത്രം മേൽക്കൈ കൊടുത്തുകൊണ്ട് കയ്യൊക്കുള്ളവരായിട്ട് കാര്യക്കാരായിട്ട് അവരെ മാത്രം ഈശ്വരന്മാരായിട്ട് നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഓർച്ചാനിച്ച് ആശ്രിതരായിട്ട് നിൽക്കുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജാതി എളുപ്പമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല. അതിന് ഒരുപക്ഷെങ്കില് ധാരാളം നവോത്ഥാന നായകന്മാർ ഉണർന്നു വരേണ്ടതായിട്ടുണ്ട്. അനേകം അയ്യങ്കാളിമാർ ഇവിടെ ഉണരണം. 1000 നാരായണ ഗുരുക്കന്മാരുണ്ടാകണം. ഒട്ടനവധി ചട്ടമ്പിമാരുണ്ടാകണം, ചട്ടമ്പി സ്വാമിമാര്. അങ്ങനെ നല്ലൊരു നവോത്ഥാനത്തിന്റെ നിരയുണ്ടെങ്കിൽ ഒരു പരിധിവരെ നാം ജാതി നിർമ്മാർജ്ജനം എന്നുള്ള ബോധം അവർക്ക് അങ്ങനെയുള്ള ബോധം നൽകാൻ സാധിക്കും. ബോധവൽക്കരണം മാത്രം നടത്താൻ സാധിക്കും. നിർമ്മാർജ്ജനത്തിന് നൂറ്റാണ്ടുകൾ എടുത്തെന്ന് വരാം. ജാതി ഇല്ലാത്തൊരു സമൂഹത്തിന് വേണ്ടി, ജാതിരഹിത സമൂഹത്തിന് വേണ്ടി ഇവിടെയുള്ള എല്ലാവരും, എല്ലാ വിഭാഗവും ഒരുപോലെ താല്പര്യപ്പെട്ടാൽ നടക്കാതെ വരുന്നതിന്റെ കാരണം മേൽജാതിക്കാരാണ്. ഇപ്പോ ചാതുമണ്ണിക്കാര് ബ്രാഹ്മണന് ജാതി നിർമ്മാർജ്ജനം താല്പര്യമില്ല. ഇവിടെ ജാതി ഉള്ളിടത്ത് സമത്വമില്ല, സാഹോദര്യമില്ല, സമഭാവനയില്ല. സമഭാവനയില്ല, സ്വാതന്ത്ര്യമില്ല, സ്വാതന്ത്ര്യമില്ല, സാഹോദര്യവും ഇല്ല, ഒന്നുമില്ലാത്ത ആ നിലയിൽ തന്നെ സമൂഹത്തെ നിലനിർത്തണം എന്നുള്ള താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന സമൂഹങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിശ്ചയമായിട്ടും ജാതി നിർമ്മാർജ്ജനം സാധ്യമല്ല. പക്ഷേ ഇന്നത്തെ യുവതലമുറ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ യുവതലമുറ ജാതിയെക്കുറിച്ച് ചിന്തിക്കാതെ ഉണർന്നു വരുന്ന കാഴ്ച നമുക്ക് പലയിടത്തും കാണാം. അതേ സമയത്ത് ഈ ജാതി ചിന്തയുള്ള വേതാളങ്ങളും അവർക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. ജാതി തിരിച്ച് പാട്ട് പാടണമെന്നും, ജാതി തിരിച്ച് ഭാഷ പ്രയോഗിക്കണമെന്നും, ജാതി തിരിച്ച് ഉച്ചനീചത്വങ്ങളോടുകൂടി മാത്രമേ നിങ്ങൾ ജീവിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയുള്ള തനി വേതാളങ്ങൾ, ജാതി വേതാളങ്ങൾ നമ്മളിവിടെ ഉണ്ട്. അവരെയും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവരിൽ പരിവർത്തന ഭാവം ഉണ്ടാവണം. ഈ ജാതി നിർമ്മാർജ്ജനത്തിനെ കുറിച്ചുള്ള ഉത്ബോധം ഉണ്ടാവണം. അങ്ങനെയുള്ള സമൂഹം ഉണർന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിന് ഇന്നത്തെ യുവതലമുറ ഉണരണം. യുവതലമുറയ്ക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ജാതി എന്ന് പറയുമ്പോൾ അവർ പറയും, ജാതി പറയരുത്, ജാതി പറയുന്നത് ആക്ഷേപമാണ്, ജാതി പറയാൻ പാടില്ല, നമുക്ക് ജാതിയെക്കുറിച്ച് ജാതി വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതാണ് ആക്ഷേപം. ജാതി ദൂരീകരണത്തെ കുറിച്ച് പറയുന്നതിൽ ആക്ഷേപമൊന്നുമില്ല, നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്നതിൽ ആക്ഷേപമില്ല. നമുക്ക് ജാതിരഹിതമായിട്ടുള്ള, ജാതി ഇല്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ യുവതലമുറ ഇന്ന് ഉണർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളും അല്ലാത്ത വിദ്യാർത്ഥികളും ഒക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ 1-2 തലമുറ കഴിഞ്ഞെങ്കിലും കുറേ മാറ്റം വരാം. അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം. മനുഷ്യ സമൂഹത്തിന് ജാതി കൊണ്ടുള്ള ദോഷം എന്താണെന്നും അതില്ലാതായാൽ അതുകൊണ്ട് സമൂഹത്തിന് എന്ത് പ്രയോജനമുണ്ടാകുമെന്നും സാറ് പറഞ്ഞത് നാം കേട്ടുവല്ലോ.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.